അറിയുമോ? ആ പെണ്ണിന്റെ ഖബർ പ്രകാശിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീല് ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ്? ആരാണ് മാസിത്ത? ആരാണ് മാസിത്ത? മാസിത്ത ബീവിയുടെ ഖബർ പ്രകാശിക്കാറുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, മുത്തുനബിയേ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ് നബിയേ. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. മാസിത്താ ബീബി റളിയല്ലാഹു തആല അൻഹാ മൂസാ നബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പടച്ചവന് ആരും അറിയാതെ മാസിത്താ ബീബി മുസ്ലിമായി. കാരണം ഫിർഔനിന്റെ വീട്ടിലെ വേലക്കാരിയാ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ. ആരും അറിയാതെ മുസ്ലിമായി. പടച്ചവനെ മൂസാ നബി പറഞ്ഞു കൊടുത്തു, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാസിത്താ. അങ്ങനെ പടച്ചവനെ മാസിത്താ ബീബി റളിയല്ലാഹു തആല അൻഹാ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് പടച്ചവനെ ഒരു ദിവസമുണ്ടല്ലോ, മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. ആ സമയത്താണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വന്നത്. മാസിത്താ ബീബി റളിയല്ലാഹു തആല അൻഹാ കൊട്ടാരത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ബിസ്മിയങ് ഉറക്കെ പറയുകയാണ്. ഫിർഔനിന്റെ മകള് കേൾക്കുകയാണ്, ഫിർഔനിന്റെ മകള് കേൾക്കുകയാണ്. പടച്ചവനെ വാപ്പയുടെ ചെവിയിലെത്തി, ഫിർഔനിന്റെ ചെവിയിലെത്തി കഴിഞ്ഞു. മാസിത്താ ബീബി മുസ്ലിമായെന്ന വാർത്ത അതാ ഫിർഔൻ അറിയുകയാ. കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിമായെന്ന് പുറത്തിറഞ്ഞ നാണക്കേടാണ്. അതുകൊണ്ട് ഒരുപാട് ആരും അറിയാതെ ഉപദേശിച്ചു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി. പക്ഷേ മാസിത്താ ബീബി അവിടെ നിന്ന് പിന്തിരിയുന്നില്ല. പടച്ചവനെ അങ്ങനെ കൊട്ടാരത്തിലെ മറ്റുള്ളവരറിയാൻ തുടങ്ങി, നാട്ടുകാരറിയാൻ തുടങ്ങി. എല്ലാവരും അതാ മാസിത്താ ബീബി മുസ്ലിമായ കാര്യം അറിയുമ്പോ ഫിർഔന് തന്റെ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, അവസാനം യോഗത്തിലെടുത്ത തീരുമാനം എന്തെന്നറിയുമോ? എങ്ങനെയെങ്കിലും ഇവളെ പുതിയ മതത്തിൽ നിന്ന് തിരിച്ച് പഴയ മതത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ശിക്ഷ കൊടുക്കണം. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചെയ്തതെന്തെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. മാസിത്താ ബീബി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിച്ചു, മാസിത്താ, തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ മാസിത്താ? നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ മാസിത്താ? ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും മാറ്റമില്ല. എന്നെ നിങ്ങൾ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ അല്ലാഹുവിന്റെ ദീൻ കളഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരൂല. റബ്ബേ, ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവര് ചെയ്തതെന്തെന്നറിയുമോ? മാസിത്താ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മൂത്ത മകളെ ഇങ്ങ് പിടിച്ചുകൊണ്ട് വരികയാണ്. തന്റെ പൊന്നാര മകളുണ്ടല്ലോ, 10 വയസ്സിന്റെ താഴെ മാത്ര പ്രായമുള്ള തന്റെ പൊന്നാര മകളെ പിടിച്ചുകൊണ്ട് വന്ന് അതാ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുടെ മുകളിൽ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിക്കുന്നു, മാസിത്താ, ഇനി പറ, അല്ലാഹനെ വേണോ പഴയ മതം വേണോ? നിനക്ക് ഇസ്ലാം മതം വേണോ അതോ പഴയ